Why so serious? ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിനിമയിൽ എങ്ങനെ ഒരു ഗ്രേറ്റ് വില്ലനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മയും ശത്രു ഞാൻ തന്നെയാണ്. പേര് നടേശൻ. ഞാൻ കണ്ട സിനിമകളിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില വില്ലന്മാരെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുൻപന്തിയിൽ ദ ഡാർക്ക് നൈറ്റിലെ ജോക്കറാണ്. പിന്നീട് ചോട്ടാ മുംബൈയിലെ നടേശൻ, താഴ്വാരത്തിലെ രാജു, അനന്തഭദ്രത്തിലെ ദിഗംബരൻ, പടയപ്പയിലെ നീലാംബരി, ജഡ്ജ്മെൻറ്റ് ഡേയിലെ T-1000 ഇങ്ങനെ നീളുന്നു. ഈ സിനിമകളിലെല്ലാം വില്ലൻ ക്യാരക്ടേഴ്സ് നായകനേക്കാളും കൂടുതൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്. ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല വില്ലൻ ക്യാരക്ടേഴ്സ് പല സിനിമകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഒരു സിനിമയിൽ മികച്ച വില്ലനെ രൂപപ്പെടുത്തുന്നത്? बच गया साला. ये भी बच गया. ആൽഫ്രഡ് ഹിച്ച്കോക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ദി മോർ സക്സസ്ഫുൾ ദ വില്ലൻ, ദി മോർ സക്സസ്ഫുൾ ദ പിക്ചർ. ഭൂരിഭാഗം ഫിലിം മേക്കേഴ്സും തിരക്കഥാകൃത്തുക്കളും വില്ലനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്, വില്ലൻ നായകനേക്കാളും കൂടുതൽ പവർഫുള്ളായിരിക്കണം. ഒരു എക്സാമ്പിളായി ചോട്ടാ മുംബൈ എന്ന സിനിമയിലെ വില്ലനെ എടുത്ത് നോക്കാം. ഇതിൽ വില്ലന് പണമുണ്ട്, അധികാരമുണ്ട്, ആൾബലമുണ്ട്. എന്നാൽ നായകന് കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണുള്ളത്. നായകൻ വില്ലൻ്റെ മുൻപിലൊന്നുമല്ല. വില്ലനെ നായകനെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്. ഈ സിനിമയിലെ തിരക്കഥാകൃത്തായ ബെന്നി പി നായരമ്പലവും സംവിധായകനായ അൻവർ റഷീദും ചേർന്ന് വില്ലനായ നടേശനെ അതിഗംഭീരമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വില്ലൻ്റെ ജീവിത സാഹചര്യം എന്താണെന്ന് പ്രേക്ഷകനെ വളരെ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. വില്ലൻ്റെ കുടുംബം, സ്വഭാവം, വീക്ക്നെസ് എല്ലാം വളരെ നന്നായാണ് തിരക്കഥാകൃത്ത് എഴുതിയിരിക്കുന്നത്. വെറുതെ കുറേ ഗുണ്ടകൾ കൂടെയുള്ള വില്ലനല്ല ചോട്ടാ മുംബൈയിലെ നടേശൻ. നടേശന് വ്യക്തമായ ജീവിത ലക്ഷ്യങ്ങളുണ്ട്. സാധാരണ ചില സിനിമകളിൽ കാണുന്നത് പോലെ ഒരു വില്ലനെ സൃഷ്ടിച്ച് നായകനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഇട്ട് കൊടുക്കുകയല്ലായിരുന്നു ഇതിൽ. വില്ലനെയും നായകനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും ഏറ്റുമുട്ടിക്കുന്നതുമായ 3 ക്രൂഷ്യൽ പോയിൻറ്റ്സാണ് ഈ സിനിമയിലുള്ളത്. ഒന്ന്, നടേശനും ഗ്രൂപ്പും CAനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ വാസ്കോയും ടീമും ആക്സിഡൻ്റലായി ആ സംഭവം നടക്കുന്ന സ്ഥലത്ത് അവരുമായി ഇൻവോൾവ് ആകുന്നു. ആ സ്ഥലത്ത് വെച്ച് CAനെ നടേശൻ്റെ അനിയൻ കുത്തുന്നത് വാസ്കോയുടെ അപ്പനും വാസ്കോയും കാണുന്നു. 2, വാസ്കോയുടെ അപ്പൻ സാക്ഷി പറയുന്നതും ടോമിച്ചൻ മൊഴിമാറ്റി പറയുന്നതും. ഇത് നടേശൻ്റെ അനിയനെതിരെ കേസ് തിരിയാനിടയാകുന്നു. നടേശൻ അനിയൻ സതീശനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട് സതീശൻ മരിക്കുന്നു. അപകടത്തിൽപ്പെട്ടാണ് സതീശൻ മരിക്കുന്നതെങ്കിലും വാസ്കോ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ ഹീറോയോടുള്ള വില്ലൻ്റെ ശത്രുത ഏറ്റവും പീക്കിലെത്തുന്നു. ഇവിടെ വില്ലനെല്ലാം പേഴ്സണലായാണ് സംഭവിച്ചത്. നഷ്ടങ്ങളെല്ലാം വില്ലനാണ്, നായകൻ കാരണം സംഭവിച്ചത്. ഇവിടെ വില്ലന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നായകൻ്റെ മരണം. വളരെ മനോഹരമായി വില്ലൻ ക്യാരക്ടർ ഡിസൈൻ ചെയ്ത തിരക്കഥകളിലൊന്ന് ഇത് തന്നെയായിരുന്നു ചോട്ടാ മുംബൈ. അതുപോലെ അനന്തഭദ്രം സിനിമ എടുത്ത് നോക്കിയാലും വില്ലൻ്റെ വ്യക്തമായൊരു ലക്ഷ്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും മികച്ച വില്ലനെ ക്രിയേറ്റ് ചെയ്താൽ മികച്ച സിനിമ ക്രിയേറ്റ് ചെയ്യാം. ഇനി പണമോ അധികാരമോ ആൾബലമോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു വില്ലൻ നായകനിൽ നിന്നും ഏറ്റവും പവർഫുൾ ആകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സിനിമയിൽ ജോക്കർ പവർഫുൾ ആകുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്, ഇൻ്റലിജൻസ് ആൻഡ് കണ്ണിങ്. ഈ സിനിമയിൽ ജോക്കറിനെ ഏറ്റവും നല്ല വില്ലനാക്കിയത് മോട്ടിവേഷനാണ്. നല്ലൊരു വില്ലനെ പീക്കിലെത്തിക്കുന്നത് മോട്ടിവേഷൻ തന്നെയാണ്. എഴുത്തുകാരൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വില്ലന് റിയലായ ഒരു മോട്ടിവേഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വീക്കായ ഒന്നാണെങ്കിൽ പ്രേക്ഷകൻ ആ ക്യാരക്ടറിനെ ഒരിക്കലും മനസ്സിൽ കയറ്റില്ല. ഒരിക്കലും ആ ക്യാരക്ടറിനെ പ്രേക്ഷകർ വിശ്വസിക്കില്ല. സിനിമയെ അത് നെഗറ്റീവായി തന്നെ ബാധിക്കും. മലയാളത്തിൽ വില്ലന് സ്ട്രോങ് ആയൊരു മോട്ടിവേഷനുള്ള സിനിമയായിരുന്നു ദൃശ്യം. ഇതിൽ സഹദേവൻ്റെ മോട്ടിവേഷൻ പണമോ പവറോ ഒന്നുമല്ല, മറിച്ച് സഹദേവന് ജോർജ് കുട്ടിയോടുള്ള ദേഷ്യമാണ്. സഹദേവൻ കണ്ടെന്ന് പറയുന്ന സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഏത് നീചമായ വഴിയും സ്വീകരിച്ച് സഹദേവൻ പറഞ്ഞത് സത്യമാണെന്നും ജോർജ് കുട്ടി തന്നെയാണ് കുറ്റം ചെയ്തതെന്നും സമ്മതിപ്പിക്കുക. ദ ഡാർക്ക് നൈറ്റിൽ ജോക്കറിൻ്റെ മോട്ടിവേഷൻ എന്താണെന്ന് ക്ലിയർലി സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. Some men aren't looking for anything logical like money. They can't be bought, bullied, reasoned or negotiated with. Some men just want to watch the world burn. And here we go. ജോക്കറിൻ്റെ മോട്ടിവേഷൻ ഇവിടെ പവറോ പണമോ അല്ല. ജോക്കറിന് യാതൊന്നിലും വിശ്വാസമില്ല, ഒരു മൊറാലിറ്റിയുമില്ല. കൂടാതെ ഒരു മനുഷ്യജീവനും ജോക്കർ വില കൊടുക്കുന്നുമില്ല. പല സീനിലും ഡയറക്ടർ അത് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്.
തൻ്റെ സഹായിയായി കൂടെ നിൽക്കുന്ന ആളിന് പോലും ഒരു വിലയും കൊടുക്കാതെ ജോക്കർ കൊന്നുകളയുന്നുണ്ട്. കൂടാതെ സ്വന്തം ജീവന് പോലും ജോക്കർ ഒരു വാല്യൂവും കൊടുക്കുന്നില്ല. അതും ഡയറക്ടർ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ബാറ്റ്മാൻ ജോക്കറിനെ ബിൽഡിങ്ങിൻ്റെ താഴേക്കെറിയുന്ന സീനിൽ വ്യക്തമായി അത് കാണുവാൻ സാധിക്കും. മുൻപിൽ മരണമുണ്ടായിട്ടും ഒരു ടെൻഷനുമില്ലാതെ ഒരു മേനിയാക്കിനെ പോലുള്ള ചിരിയാണ് ജോക്കറിൻ്റെ മുഖത്ത്. ജോക്കർ എല്ലാം ഒരു ജോക്കായാണ് ഇതിൽ കാണുന്നത്. ഒന്നിനും ഒരു സീരിയസ്നെസ് ജോക്കർ കൊടുക്കുന്നില്ല. ജോക്കർ ജീവിതത്തിൽ ഒന്നിനും സീരിയസ്നെസ് കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം ജോക്കറിൻ്റെ മുഖത്ത് എങ്ങനെയാണ് സ്കാർസ് വന്നതെന്ന് രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാകും. ജോക്കർ പറയുന്ന ആദ്യത്തെ കഥയിൽ ജോക്കറിൻ്റെ ഫാദർ മദ്യം കഴിച്ച് പ്രകോപിതനായി ചെയ്തതാണെന്നാണ്. രണ്ടാമത്തെ കഥയിൽ ജോക്കർ പറയുന്നത് തൻ്റെ ഭാര്യയെ ഹാപ്പിയാക്കുവാൻ വേണ്ടി ചെയ്തതാണെന്നാണ്. ഈ രണ്ട് കഥകളിലൂടെയും തെളിയുന്നത് ജോക്കർ ഈ ലോകത്തിൽ ഒന്നിനെയും കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. തൻ്റെ മുഖത്തുണ്ടായ സ്കാർ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പോലും ജോക്കറിനെ ബോധർ ചെയ്യുന്നില്ല. ഒന്നിനെയും പേടിയുമില്ല. ഈ സിനിമയിലെ ജോക്കറിൻ്റെ എൻഡ് ഗോൾ ഗോതം സിറ്റിയെ നശിപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നു. മറിച്ച് എല്ലാ മനുഷ്യനും ജോക്കറിനെ പോലെ തന്നെയാണെന്ന് തെളിയിക്കുകയായിരുന്നു ജോക്കറിൻ്റെ ഗോൾ. ഇത് ജോക്കറും ബാറ്റ്മാനും ഈ സിനിമയിൽ അവസാനമായി സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സീനിൽ വ്യക്തമായി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സിനിമയിലെ നായകനായ ബാറ്റ്മാൻ്റെ ഫിലോസഫി ഇതിൽ നിന്നും നേരെ ഓപ്പോസിറ്റാണ്. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ചെറിയൊരു നന്മയെങ്കിലും ഉണ്ടെന്നാണ് ബാറ്റ്മാൻ പറയുന്നത്, ഈവൻ ക്രിമിനൽസിൻ്റെ മനസ്സിൽ പോലും. ഈ സിനിമ കാണുമ്പോൾ ഓരോ പ്രേക്ഷകനെയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഇതിലെ നായകനായ ബാറ്റ്മാനേക്കാളും വില്ലനായ ജോക്കർ ഒരു സ്റ്റെപ്പ് മുൻപിലാണ്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഹാർവി ഡെൻറ്റിനെയും റേച്ചലിനെയും ഇട്ടിരിക്കുന്ന സ്ഥലം മാറ്റി ബാറ്റ്മാനോട് ജോക്കർ പറയുന്നതാണ്. റേച്ചലിനെയെ ബാറ്റ്മാൻ പിക്ക് ചെയ്യുള്ളൂ എന്ന് ജോക്കറിന് വ്യക്തമായി അറിയാം. കൂടാതെ ആരെ പിക്ക് ചെയ്താലും ബാറ്റ്മാൻ ഇവിടെ തോൽക്കും. കാരണം ഒരാൾ മരിക്കും. റേച്ചലിനെ ബാറ്റ്മാൻ സേവ് ചെയ്യാൻ പോയാൽ റേച്ചൽ മരിക്കും. അതുപോലെ ഹാർവിയെ ബാറ്റ്മാൻ സേവ് ചെയ്യാൻ പോയാൽ ഹാർവിയും മരിക്കും. ബാറ്റ്മാന് മെൻ്റലി ട്രോമ കൊടുക്കുവാനായിരുന്നു ജോക്കർ അഡ്രസ് ഫ്ലിപ്പ് ചെയ്തത്. ബാറ്റ്മാൻ അതിൽ വീഴുകയും ചെയ്തു. ഫൈനലി ഇവിടെ വിജയിച്ചത് വില്ലനായ ജോക്കറാണ്. ഇതുപോലെ പല സ്ഥലത്തും ജോക്കർ വിജയിക്കുന്നത് ഈ സിനിമയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വില്ലനെ വിജയിപ്പിക്കുന്ന ഈ സ്ക്രീൻ പ്ലേ ലീഡ് ചെയ്യുന്നത് ആൽഫ്രഡ് ഹിച്ച്കോക്ക് പറഞ്ഞ വാക്കുകളിലേക്കാണ്. വില്ലൻ കൂടുതൽ സക്സസ്ഫുൾ ആകുന്നതിനനുസരിച്ച് സിനിമയും കൂടുതൽ സക്സസ്ഫുൾ ആകും. സിനിമയിലെ വില്ലനെ പൂർണ്ണമായും അങ്ങ് വിജയിക്കാൻ വിടുക. ഇതിൻ്റെ അർത്ഥം അവസാനവും വില്ലൻ വിജയിക്കണമെന്നല്ല. ജോക്കറിനെ പല സ്ഥലത്തും ക്രിസ്റ്റഫർ നോളൻ ബാറ്റ്മാനിലും മുകളിലാക്കി വിജയിപ്പിച്ചപ്പോൾ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സും നായകനായ ബാറ്റ്മാനിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതിൻ്റെ കാരണം പ്രേക്ഷകർ എപ്പോഴും നായകൻ്റെ കൂടെ സഞ്ചരിക്കുകയുള്ളൂ. നായകൻ വില്ലനെ കീഴ്പ്പെടുത്തുമോ, എപ്പോഴാണ് കീഴ്പ്പെടുത്തുന്നത് എന്നുള്ള പല ചോദ്യങ്ങളും ആകാംക്ഷയും എപ്പോഴും പ്രേക്ഷകൻ്റെ മനസ്സിലുണ്ടാകും. കാരണം വില്ലനാണ് ഇവിടെ മുൻപിൽ നിൽക്കുന്നത്. ഇതേ സെയിം പാറ്റേൺ ആയിരുന്നു നെവർ ബാക്ക് ഡൗൺ എന്ന സിനിമയിൽ ഡയറക്ടറും തിരക്കഥാകൃത്തും സ്വീകരിച്ചത്. വെട്രിമാറിൻ്റെ അസുരൻ എന്ന സിനിമയിലും ഏകദേശം ഇതേ പാറ്റേൺ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നായകൻ്റെ മുകളിൽ വില്ലനെ വളരാൻ വിടുക, മാക്സിമം വളരാൻ വിടുക. അവസാനത്തെ ഒരു പോയിന്റിൽ നായകൻ വില്ലനെ അടിച്ച് വില്ലൻ്റെ മുകളിൽ കയറുമ്പോൾ ഗൂസ് ബംസോട് കൂടിയായിരിക്കും പ്രേക്ഷകർ ഓരോരുത്തരും ഇരുന്ന് സിനിമ കാണുന്നത്. മറിച്ച് നായകനാണ് ഓരോ തവണയും വിജയിച്ചിരുന്നതെങ്കിൽ സിനിമ കാണുന്ന പ്രേക്ഷകനെ ഒരിക്കലും എൻഗേജ്ഡ് ആക്കുവാൻ സാധിക്കുകയുമില്ല, ഒരു ക്യൂരിയോസിറ്റിയും കൊടുക്കുകയുമില്ല.